Hi, hello friends. Welcome back to our channel. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസും നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കോ. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ ദ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് ഫീലിങ്സ് എന്താണ്, രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സും എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്, ഇതാണ് ഡെത്ത് കാർഡിന്. പിന്നെ മാസ്റ്റർ കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഒരു നിമിഷം ആ മാറ്റത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ റീയൂണിയൻ ആണ് ഈ സമയത്ത് നടക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാകാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അവർ മാനിഫെസ്റ്റേഷൻ വരെ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾ രണ്ടുപേരും റിയലൈസ് ചെയ്യുന്ന ഒരു നിമിഷമാണിത്. നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് മാറാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. നിങ്ങളുടെ പേഴ്സണും പലതവണയും ഈ റിലേഷൻഷിപ്പിന് വിട്ട് മാറിപ്പോകാനായിട്ട്, മൂവ് ഓൺ ചെയ്തു പോകാനായിട്ട്, നിങ്ങളെ നിങ്ങളുടെ രീതികളിലേക്ക് വിട്ട് കളയാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി ഒരു സെപ്പറേഷൻ ടൈം തിരിച്ചറിഞ്ഞ് ഈ ഒരു മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളെ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളില്ലാതെ അവരില്ല. അവരുടെ സന്തോഷം മുഴുവനും നിങ്ങളിലാണ്, അവരുടെ ലൈഫ് തന്നെ നിലനിൽക്കുന്നത് നിങ്ങളിലാണ് എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ഫാമിലി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലും ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഇപ്പോഴും അവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതമാണ് അവരുടെ മനസ്സിൽ നിറയുള്ളത്. അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവരുടെ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പൊ അവര് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഈ ഒരു സമയത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവർക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ അവരെ വെറുക്കുന്നുണ്ടോ, നിങ്ങൾ ഇനി അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾക്ക് ഈ റീഡിങ് കാണുന്ന ആൾക്കും ആ സെയിം ഫീലിങ്സ് തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഉണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന
ചെയ്യുന്നത് എന്താണ്, പറയുന്നത് എന്താണ് എന്ന് പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ശരിയായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. എപ്പോഴും ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലൈഫിൽ ഒരു കാര്യങ്ങളിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓക്കെ എനിക്കിതൊന്ന് മറക്കണം, എനിക്ക് വേറൊരു സിറ്റുവേഷനിലേക്ക് പോകണം, ഞാനൊന്ന് ബിസി ആട്ടെ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോഴും അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ പോലും ആ വ്യക്തിയെ നിങ്ങൾ കുറിച്ച് ഓർമ്മകൾ വരികയാണ്. അപ്പോൾ അത് ആ ഓർമ്മകളിൽ ഇങ്ങനെ പെട്ടുപോവുകയാണ്. അപ്പൊ ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ ആണ് കൂടുതലും നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അവയർനെസ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ജീവിതത്തിൽ നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല, നിങ്ങളെ കളയാൻ പറ്റുന്ന ഒരാളല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സയൻസ് ഈ വ്യക്തിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്നുണ്ടാകും, ചിലപ്പോൾ അതൊരു ബ്രൗൺ കളർ ആയിരിക്കാം. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. ഇത്തരത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പോകുന്നു, മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അതായത് എൻഡായി പോയി എന്ന് നിങ്ങൾ രണ്ടുപേരും തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിന് ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഉറപ്പായിട്ടും അത് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇടയിലുള്ള ഈ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴോ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴെങ്കിലും ഒക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അത് മാനിഫെസ്റ്റ് ആയി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സക്സസ് ആകുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തരത്തിലും തളർന്നു പോകരുത്. ഈ ഒരു റിലേഷൻഷിപ്പും ഈ ഒരു സിറ്റുവേഷനും ഇവിടെ അവസാനിക്കുന്നില്ല. ഒരിക്കലും ജീവിത സാഹചര്യങ്ങൾ ഒരേപോലെ ആയിരിക്കില്ല. ഈ സാഹചര്യവും തീർച്ചയായിട്ടും നിങ്ങൾ മറികടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യവും സമയവും കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഒരവസരത്തിലും എത്ര കഷ്ടപ്പാടിൽ എത്ര ദുഃഖത്തിൽ വന്നാലും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വാസമില്ലാത്ത രീതിയിൽ പറയാതിരിക്കുക. എന്നും നെഗറ്റീവാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഒത്തിരി പേരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ ഈ ഒരു നിമിഷം മുതൽ ആ ചിന്തകളെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒരു വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവാണ്, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക. നിങ്ങൾ പൂർണ്ണമായ വിശ്വാസമുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ വ്യക്തി ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരികെ വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് നിങ്ങളിൽ കൂടുതൽ പേർക്കും ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. ഈ ഒരു പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? അപ്പോൾ ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് നോക്കാം. യു മേക്ക് മീ ഫീൽ ലൈക്ക് ഐ ആം ഇനഫ്. ഓക്കെ, അവര് ഒരു ഇനഫ്, അവർ മതിയായ ഒരാളാണ്, അല്ലെങ്കിൽ അവർ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ആണ് എന്ന് അവരെ ഫീൽ ചെയ്യിപ്പിച്ച ഒരാൾ നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. എവറി ടൈം ഐ സീ യു ഐ ഫോൾ ഇൻ ലവ് ഓൾ ഓവർ അഗെയിൻ. ഓക്കെ, ഓരോ സമയത്തും നിങ്ങളെ കാണുമ്പോഴും ഓരോ ടൈമിലും നിങ്ങളെ കാണുമ്പോഴും അവർ സ്നേഹം കൊണ്ട് വീണു പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ എന്നാണ് പറയുന്നത്. അത്രമാത്രം ഇഷ്ടമാണ് നിങ്ങളോട് എന്ന് പറയുന്നു.
യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ. ഓക്കെ, അവരുടെ ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളാണ് അവരെ ഒന്ന് സന്തോഷമായിട്ട് പിടിച്ചു നിർത്തിയ ഒരാൾ. സന്തോഷവാനായിട്ട് അല്ലെ സന്തോഷവതിയായിട്ട് ഇരുത്താനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളാണ്. യു ആർ ആൻ അമേസിങ് ഹ്യൂമൻ ബീങ്, കെയറിങ് ആൻഡ് സെൽഫ്ലെസ്. ഓക്കെ, നിങ്ങളൊരു അമേസിങ് അത്ഭുതകരമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് എന്ന് പറയുകയാണ്, ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ ഒത്തിരി കെയർ ചെയ്യുകയും അതുപോലെ ഒട്ടും സെൽഫിഷ് അല്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളെന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. വി ക്യാൻ ഗെറ്റ് ത്രൂ എനിത്തിങ് ടുഗെദർ. ഓക്കെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റും എന്ന് ഈ ഒരു വ്യക്തി പറയുകയാണ്. ആൻഡ് ഓൾസോ ഐ ലവ് ദ വേ യു സ്മൈൽ ആൻഡ് മേക്ക് മീ ഫീൽ ദാറ്റ് നത്തിങ് ക്യാൻ ഗോ റോങ്. ഓക്കെ, നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നും തെറ്റായിട്ട് സംഭവിക്കില്ല, എല്ലാം ശരിയായിരിക്കും, എല്ലാം സക്സസ്സിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ ഒരു സ്മൈല് കാണുമ്പോൾ അവർക്ക് തോന്നുന്നു. യു സ്റ്റേ ട്രൂ ടു ഹൂ യു ആർ. ഓക്കെ, ആരുടെ ഒപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത് അവർക്കെല്ലാം നിങ്ങൾ അവർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ, ആ ഒരു സിറ്റുവേഷന് ഫേവർ ആയിട്ടുള്ള രീതിയിൽ, അതേ സത്യസന്ധമായ രീതിയിലാണ് നിങ്ങൾ എപ്പോഴും നിന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ആരോടൊപ്പം നിങ്ങൾ നിന്നാലും അവർക്ക് ഒരു അവരോടൊപ്പം ചേർന്ന ഒരു സത്യസന്ധമായ രീതിയിലാണ്, അവരെ വഞ്ചിക്കുന്ന രീതിയിലല്ല നിങ്ങൾ നിന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നിൽക്കുന്ന ഒരാളല്ല നിങ്ങളെന്ന് പറയുന്നു. ഓക്കെ, യു ഹാവ് ബ്രോട്ട് മീ ക്ലോഷർ ടു ഗോഡ്. നിങ്ങളാണ് ദൈവത്തിലേക്ക് ഈ ഒരു വ്യക്തിയെ അടുപ്പിച്ച ഒരാൾ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഓക്കെ, അത് നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ ജൂൺ മന്ത് ആണ്, നമുക്കൊരു പോസിബിലിറ്റിയാണ്. സെൻസ് ഓഫ് ഹ്യൂമർ. ഓക്കെ, സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം. നെയിൽ പോളിഷിനോട് ക്രേസ് ഉള്ള ആളുകളായിരിക്കാം. നേച്ചർ, പ്രകൃതി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. വയനാട് ജില്ല എന്നുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സിന് ഈ ഒരു റിലേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ കുടിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം. എപ്പോഴും ചായ കുടിക്കുന്നവരും ആകാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം. ചിലപ്പോൾ രാജ്യത്തിന് വെളിയിൽ തന്നെ ഉള്ളവർ, എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളും ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കൊരു പോസിബിലിറ്റിയാണ്. നമ്പർ 32 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 38. ഓക്കെ, ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ 48 അവേഴ്സിനുള്ളിൽ എന്തോ ഒരു പോസിബിലിറ്റിയാണ് അത്. 48 അവേഴ്സ്. 50, നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 47 നമുക്ക് കിട്ടുന്നുണ്ട്. എൻകറേജസ് യു. ഓക്കെ, ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 12. ഓക്കെ, ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ലെറ്റർ ഒ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.